എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 8 മാസമായിട്ട് നമ്മുടെ ചാനലിൽ ഞാനൊരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലും ടെലിഗ്രാമിലും കമൻസിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത്, വീഡിയോസ് ഇനിയും ചെയ്യണം, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാക്സിമം മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. സോഷ്യൽ മീഡിയ എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ചാനലിൽ നിന്ന് ഞാൻ കുറേ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് 8 മാസത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയാണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ ചുരുക്കി പറയാം. ഓക്കെ, അപ്പോൾ 8 മാസങ്ങൾക്ക് ശേഷം ഞാൻ ശരിക്കും ലാസ്റ്റ് നമ്മുടെ വീഡിയോസ് ചെയ്തതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ജേസിൻ്റെ സീരീസ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതിനുശേഷം ഞാൻ നോക്കുമ്പം വ്യൂസൊക്കെ വളരെയധികം കുറവാണ്. അപ്പോൾ കണ്ടൻറ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വ്യൂസ് കുറയുമ്പം പിന്നെ അതുവഴി കിട്ടുന്ന ഇൻകം കുറയുമ്പം ഒരു മടുപ്പ് തോന്നും അല്ലേ. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അതിന് വളരെയധികം കാഴ്ചക്കാരില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എനിക്കെന്തോ, കാരണം ഞാൻ 3-4 വർഷമായി ഇപ്പം യൂട്യൂബിൽ വന്നിട്ട് ഏകദേശം 290ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തും അത്രയ്ക്ക് ഒന്നും വന്നിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് ഒരുപക്ഷെ മാറ്റി പറയേണ്ടി വരും. അത് ഞാൻ അവസാനം പറയാം. ഓക്കെ, അപ്പോൾ 8 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഒരു സാലറിയുടെ ഒരു പ്രോബ്ലം വരുന്നത്. ഓക്കെ, അതായത് നമുക്ക് ആദ്യം 1 മന്ത് സാലറി ഇഷ്യൂ വന്നു, പിന്നെ 2 മന്ത് സാലറി ഡിലേ വന്നു, അത് 3 മന്ത്സ് ഡിലേ വരെ വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 8 മാസത്തിനുള്ളിൽ നമുക്ക് നമ്പർ ഓഫ് പ്രോജക്ട്സും വളരെ കുറവായിരുന്നു. എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു അവസരം എന്ന് തന്നെ പറയാം, പക്ഷേ ആ ഒരു അവസരം ഞാൻ ശരിക്കും ഒരു മടിയനായിട്ട് മാറി എന്നുള്ളതാണ്. കാരണം എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ എന്താ പറയുക, ചുമ്മാതെ സംസാരിച്ച് കളിച്ച് ചിരിച്ച് നടന്നു എന്ന് പറയാം. ഓക്കെ, ഞാൻ വീഡിയോസ് അങ്ങനെ ചാനലിൽ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ എനിക്ക് ചെയ്യാനും തോന്നിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ റീസെൻ്റ്ലി എനിക്ക് എൻ്റെ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. അവർ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫണ്ട് ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എവിടെ ആണെങ്കിലും നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടാൻ നേരം നമുക്കൊരു 30 ഡേയ്സ് നോട്ടീസ് പീരീഡ് കിട്ടും. അപ്പം ആ ഒരു 30 ഡേയ്സ് നോട്ടീസ് പീരീഡിനുള്ളിൽ തന്നെ എനിക്ക് മറ്റൊരു ജോലി എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ മറ്റൊരു ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ശമ്പളത്തിനേക്കാളും വളരെ മികച്ച ശമ്പളം, എല്ലാ മാസം ശമ്പളം കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എനിക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ലൈഫ് സെറ്റിലായി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. കാരണം അങ്ങനെ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം നാട്ടിൽ ഞാൻ ഇനി എത്ര വർഷം വർക്ക് ചെയ്താലായിരിക്കും അങ്ങനെ ഒരു പാക്കേജ് കിട്ടുക എന്നൊക്കെ ഉള്ളത് സംശയമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ ഇവിടുത്തെ നോട്ടീസ് പീരീഡ് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു. ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, കോഡ് ബേസ് വളരെ വേസ്റ്റായിരുന്നു. അവർക്ക് ഓൾറെഡി ഉള്ള ഡെവലപ്പേഴ്സ്, ഞാൻ കുറ്റം പറയല്ല, അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്ക് അവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി. കാരണം അതുപോലെയുള്ള ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ടാണ് അവിടെ എല്ലാവരെയും കൊണ്ടും ജോലി ചെയ്യിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു ടാസ്ക് കിട്ടി, രാവിലെ വന്നിട്ട് HR വന്നിട്ട് ചോദിക്കും, ഒന്നാലോചിച്ച് ചോദിക്കുക, എൻ്റെ ഈ കരിയറിൽ ഇതുവരെ HR സാലറി അല്ലെങ്കിൽ നമ്മുടെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ വേറെ ഒന്നിലും നമ്മുടെ വർക്കിലൊന്നും അവർ ഇടപെടത്തില്ല. നമ്മൾ വർക്കിൽ മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ മാനേജറിൻ്റെ കൂടെ HR വന്നിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ HR വന്നിട്ട് രാവിലെ ചോദിക്കും ഏത് വർക്കാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഉച്ചയ്ക്ക് വന്നിട്ട് ചോദിക്കും എന്തായി അതിൻ്റെ സിറ്റുവേഷൻസ്, വൈകിട്ട് വന്നിട്ട് ചോദിക്കും എന്തുകൊണ്ട് ഇത് തീർത്തില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ഡെവലപ്പറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെ, ഇങ്ങനെ ഒരു ടാസ്ക് തന്നിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലുമില്ല. അപ്പോൾ ഇതൊന്നും അറിയാതെ എന്താണ് ആ ടാസ്ക് എന്ന് അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ലല്ലോ. കാരണം അതിനാണ് നമുക്ക് മാനേജേഴ്സും ടീം ലീഡ്സും ഒക്കെ ഉള്ളത് അല്ലേ. ഓക്കെ,
ആ ഒരു സിറ്റുവേഷൻ. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒരു 13.1 ലാപ്ടോപ്പാണ്, ഒരു മാക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ പ്രീവിയസ് കമ്പനീസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം 2 എക്സ്ട്രാ മോണിറ്റേഴ്സൊക്കെ ഉണ്ടാവും അല്ലേ. കാരണം നമ്മൾ ഡെവലപ്പേഴ്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും നമുക്കിങ്ങനെ ഓൾട്ട് ടാബ് അല്ലെങ്കിൽ മാക്കിനകത്താണെങ്കിൽ നമുക്ക് ഈ ടച്ച് പാഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അതൊരു സിറ്റുവേഷൻ. പിന്നീട് അതിലൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തരുന്ന ടാസ്കിൽ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഒരു വലിയൊരു ടാസ്ക് അസൈൻ ചെയ്യുക, വലിയൊരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബിസിനസ് ലോജിക്ക് എന്താണ്, കോഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, ആരോടാണ് സംസാരിക്കേണ്ടത്, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ ആഗ്രഹിച്ച ഒരു സാലറിയിലേക്ക് എത്തിയത് കൊണ്ട് ഞാൻ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കൊരു ഓരോ 2 വീക്സിലാണ് നമുക്കൊരു സ്പ്രിൻ്റ് ഉള്ളത്. ഒരു സ്പ്രിൻറ്റിൽ ടാസ്ക് ഒന്നും കംപ്ലീറ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം കൂടെ ഒരു ചെറിയൊരു മീറ്റിംഗ് റൂം, ഒരു കണ്ണാടി റൂമുണ്ട്, അവിടെ കൊണ്ടുപോയി എല്ലാവരെയും കൂടെ നമ്മുടെ സ്കൂളിലൊക്കെ പണ്ടിരുത്തത്തില്ലേ അതുപോലെ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഈ ഒരു സിറ്റുവേഷനോട് ആയപ്പം ശരിക്കും നമ്മൾ കോഡ് ചെയ്യാൻ നമ്മൾ ഈ കൈയൊക്കെ ഇങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ തട്ടും. ഓക്കെ, പിന്നെ കുറേ പേരെ ഈ കൊണ്ടിരുത്തുമ്പോൾ അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നമുക്ക് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ, പിന്നെ എൻ്റെ വിസയ്ക്കകത്ത് പ്രോസസ്സ് ചെയ്യുന്നതിനകത്തും കുറച്ച് ഇഷ്യൂസ് വന്നപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജോലി രാജിവെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ജോലി രാജിവെക്കാമെന്ന് തീരുമാനിച്ച ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ 9 to 6 ആണ് നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ്. പക്ഷേ 9 to 6 എന്നുള്ളത് 9 to 2 അല്ലെങ്കിൽ 9 to 11, 9 to 12, ഇത് ആഴ്ചയിൽ 1-2 ദിവസമല്ല, മിക്ക ദിവസവും ഈ ഒരു ഫോമാറ്റിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടല്ലോ. പണ്ട് നമ്മൾ ബാച്ചിലേഴ്സായിട്ടൊക്കെ നിൽക്കുമ്പം ഞാനിതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിതുപോലെ രാവിലെ പോയിട്ട് പാതിരാത്രി വരെ വർക്ക് ചെയ്യുന്നു, പിന്നെ വരുന്നു, അങ്ങനെ നമുക്ക് നിൽക്കാം. അത് ബാച്ചിലേഴ്സായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വേറെ അധികം കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു മാരേജൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും ഈ ഒരു രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ എന്താ പറയുക സിറ്റുവേഷൻസ് വന്നപ്പോൾ ഞാൻ ഫൈനലി അവിടുന്ന് റിസൈൻ ചെയ്തു. അപ്പോൾ റിസൈൻ ചെയ്യാൻ നേരം നമുക്കറിയാം, നമുക്ക് വേറൊരു ജോലി കയ്യിലില്ലാതെ റിസൈൻ ചെയ്യുന്നതും നമുക്കൊരു ജോലി കിട്ടിയിട്ട് റിസൈൻ ചെയ്യുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടല്ലേ. ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് വേറൊരു ജോലിയിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ സാലറി ഡിമാൻഡ് ചെയ്യാം അല്ലെ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് വേണമെന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ എൻ്റെ കയ്യിലൊരു ജോലിയില്ല, പക്ഷേ ഞാനത് അവിടുന്ന് റിസൈൻ ചെയ്തു. അപ്പോൾ ഇപ്പോഴും എനിക്ക് സങ്കടം തോന്നാറുണ്ട്, കാരണം ഞാൻ ആഗ്രഹിച്ചെത്തിയ ഒരു സാലറി ആയിരുന്നു അത്. അപ്പോൾ അത് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് അവിടുന്ന് ഇറങ്ങി വരേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും രാത്രിയിലൊക്കെ കിടക്കാൻ നേരം ഭയങ്കര എന്താ പറയുക, മാനസികമായിട്ട് കുറേയധികം ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. ഓക്കെ, അങ്ങനെ ഞാനപ്പോൾ അവിടുന്ന് ഇറങ്ങാൻ നേരം പിന്നെ ഞാൻ നേരത്തെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ജോലി രാജിവെച്ചിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ കൊച്ചിയിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്തും ഞാൻ ജോലി രാജിവെച്ചിട്ടാണ് ദുബായിൽ വന്നത്. അപ്പം അന്നൊന്നും പക്ഷേ എനിക്ക് ശരിക്കും നോളജ് പോലും ഇല്ലാത്ത സമയത്ത് ഞാൻ ജോലി രാജിവെച്ചിട്ട് മറ്റൊരു ജോലിയിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്നിരുന്നാലും വേറെ ജോലിയിലേക്ക് കയറാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. കിട്ടും എന്നാണ് ഒരു പ്രതീക്ഷ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് 28 days ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡേ ഫസ്റ്റിൽ ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ എൻ്റെ പഴയ യൂട്യൂബിൽ ഞാൻ ചെയ്ത വീഡിയോസ് പോലും ഞാൻ നോക്കുമ്പോൾ ഇത് ഞാനാണോ ചെയ്തതെന്നൊരു അത്ഭുതം എനിക്കുണ്ടായി. കാരണം അന്ന് ആ ഒരു സമയത്ത് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരുപാട് നോളജ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ നിരന്തരം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കോഡിങ് ഫീൽഡിൽ നമ്മൾ നിരന്തരം ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കില്ല് നമ്മളറിയാതെ തന്നെ വളരും അല്ലേ. അപ്പോൾ ഡേ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ഡേ ആയിരുന്നു. കാരണം എനിക്കൊരു ചെറിയ ടാസ്ക് പോലും
ഒരു പ്രോബ്ലം പോലും എനിക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയും എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്ത അവസ്ഥയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ വലിയ പ്രോജക്ട്സ് ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ നിൽക്കുമായിരുന്നല്ലോ. അപ്പം ഇപ്പോൾ 28 days ആയപ്പം ഞാൻ കുറച്ച് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം ചെയ്യാനിരുന്നപ്പം ഞാൻ വിചാരിച്ചതിലും കൂടുതൽ പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ എനിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റി. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പം കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അതാണ് എൻ്റെ ഒരു രീതിയല്ല, എൻ്റെ ചാനൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ എനിക്ക് കുറേ അധികം സമയമുണ്ട്, അപ്പോൾ കയ്യിൽ ജോലിയുമില്ല. അപ്പോൾ പണ്ടത്തെ എൻ്റെ കൂട്ട് എനിക്ക് ഒരിക്കലും അടിച്ചു പൊളിച്ച് നടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇനിയിപ്പോൾ പുതിയൊരു ജോലിയിലേക്ക് കയറിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.